ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ് പാവം. നമ്മൾ രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരുന്ന വഴിയാണ് ഇന്ന്. ശരി, അവന് സംഭവം ചുമ എനിക്കായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കും ജലദോഷമൊക്കെ ആയിട്ട് പിന്നെ ഇവന് വാക്സിനേഷൻ എടുത്ത് ഉടനെ പനിയായി. ഫോളോഡ് ബൈ എന്റെ ജലദോഷവും കൂടെ കിട്ടി പാവം റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഇച്ചിരി ഒരു ഹാപ്പി മൂഡിലാണ്, ഫുള്ളി ഹാപ്പി മൂഡിലാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളുടെ ഇന്റർവ്യൂ ആണ് സത്യത്തിലല്ലേ. അടുത്ത കാലത്തൊരു ഒരാള് ലോകത്തോട്ട് ഇറങ്ങി വരുന്ന ഇത്രയും പേര് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സത്യം. എനിക്ക് നാളെ കുറിച്ച് അറിയാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ലേ, നമ്മൾ കാണാത്ത ഒരാളെ കുറിച്ച് ഇത്രയധികം അപ്ഡേഷൻ കിട്ടാന്ന് പറയണേ. എന്താ പറയാ, നമ്മുടെ ഭാഗ്യമല്ലേ അത്. അതായത് നമ്മുടെ മോനെ കുറിച്ച് ഇത്രയും പേര്, എത്ര പേരുടെ ബ്ലെസ്സിങ്സ് ആണ് ഉള്ളത്. അത് എത്ര പേർക്ക് അപായം കിട്ടും. എനിക്കൊന്ന് ഈ നമ്മൾ ഈ കാണാൻ വേണ്ടിട്ട് മുഖം കാണാൻ ഈ പറഞ്ഞ ഓമി എന്ന് പറഞ്ഞ പേര് മാത്രമല്ല, പേരും ഓസി ഓമി, ആ പേര് തന്നെ ഭയങ്കര രസമായിരുന്നു. ഈ പേര് ഓൾറെഡി നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ യങ് ആയിരുന്നപ്പോഴേ എനിക്കൊരു ബോയ് ബേബി ജനിച്ച ഓം എന്ന് പേരിടണം എന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഓം, അതായത് എന്റെ പ്ലാൻ. പക്ഷേ പിന്നീട് ആയപ്പോഴത്തേക്കും ഓം വന്നു കഴിഞ്ഞാൽ അത് ആരെങ്കിലും സ്കൂളിൽ കളിയാക്കോ എന്നൊക്കെ എനിക്കൊരു ഫോട്ടോ. കാരണം ഇപ്പം ഇൻ കേസ് ഇപ്പോൾ ഞാനാണെങ്കിൽ അശ്വിൻ്റെ അടുത്ത് പറയുന്നതോട് ഒന്ന് ആലോചിച്ച് നോക്കി, ഇവന്റെ പേര് നമ്മൾ ഓം ഗണേഷ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ OMG എന്ന ആൾക്കാർ ഷോർട്ട് ഫോമിൽ വിളിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ കോമഡി ആയിട്ടൊക്കെ പറയായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ഈ ഓം വരുന്ന എന്തെങ്കിലും പേരുണ്ടോ എന്നും കൂടെ അന്വേഷിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ തപ്പിയാണ് നിയോം എന്നുള്ള പേര് കണ്ടുപിടിച്ചു. അതാകുമ്പോൾ വീട്ടിലെനിക്ക് ഓമി എന്നും വിളിക്കാലും, അതിപ്പോ ഗേൾ ആണെങ്കിലും ഞാൻ വീട്ടിൽ ഓമി എന്ന് വിളിക്കാനൊരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഓസി ആണല്ലോ, അതുകൊണ്ട്. പക്ഷെ ഇതിപ്പോ ഞാൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത പോലെ വന്ന് ബോയ് വന്ന് നിയോം ഇട്ട് ഓമിയാക്കി ആ ഒരു സെറ്റപ്പ്. അങ്ങനെ എല്ലാവർക്കും ആ പേര് ആദ്യം കേട്ടപ്പോൾ കുറച്ച് എൻ്റെ വീട്ടിലെല്ലാവരും ഇങ്ങനെ ചോദിച്ചു, അതൊരു നിയോൺ എന്നൊക്കെ പോലെ ഇല്ലേ, അത് കുറച്ച് വിയേർഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ എല്ലാരും വിളിച്ച് ഇപ്പൊ എല്ലാരും ആ പേരെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയായി പറഞ്ഞ പേരങ്ങ് ഹിറ്റായി. ഓമി ലൈഫിൽ വന്ന ശേഷം നിങ്ങളുടെ രണ്ടു പേരുടെ ലൈഫിൽ വന്നൊരു ചേഞ്ചസ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ? ചേഞ്ച് എന്ന് പറയുമ്പോഴേക്ക് ആദ്യം ഉറക്കം ഇങ്ങനെ ഇല്ല, പിന്നെ ഇല്ല ഓസി പെട്ടെന്ന് തന്നെ എന്താ പറയാ ഒരു മദർഹുഡ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിലേക്ക് വന്നു. ഓസിക്ക് പെട്ടെന്നായിരുന്നു സ്പാർക്ക് പോലെ. 9 മാസം പുള്ളിക്കാരി 9 മാസം വന്നതിന് ശേഷം ലൈക്ക് ഒരാൾ വരാൻ നേരത്ത് ഓസി പെട്ടെന്ന് അഡാപ്റ്റ് ആയി. അതായത് നല്ല ഒരു അമ്മ അങ്ങനെയൊക്കെ. എനിക്കാണ് സത്യം പറഞ്ഞാൽ എന്താ പറയാ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു എന്നുവെച്ചാൽ ഓക്കെ അത് എന്നുവെച്ചാൽ ഈ മറ്റേ ഈ പ്രഗ്നൻസി ബേസിക്കലി എന്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ ആയിരുന്നപ്പോഴും തനിക്ക് എന്റെ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നല്ലോ. അതെ അത് കുറെ സമയമെടുത്തു. നമ്മൾ തമ്മിൽ ഭയങ്കര അടിയൊക്കെ ആയിരുന്നു. എനിക്ക് ഐ വാസ് സോ സിക്ക് ദാറ്റ് എനിക്ക് ഇവന്റെ സ്മെല്ല് ഇഷ്ടമല്ല. ഐ യൂസ് ടു ഹേറ്റ് ഹിസ് സ്മെൽ. അപ്പൊ ഞാൻ പറയാറുണ്ട്, വിഷമം കൊണ്ടാണെങ്കിലും ഞാൻ പറയും എന്റെ അടുത്ത് വരരുത്, പ്ലീസ് എന്റെ അടുത്ത് വരരുത്, ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞ് ഇവന് ഞാൻ മറ്റേ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ ആയിരുന്നു. പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോ ഇവനൊക്കെ എന്റെ അടുത്തുള്ള അറ്റാച്ച്മെന്റ് ഞാനങ്ങ് മാറാൻ തുടങ്ങി ഇവന്റെ അടുത്ത്. അപ്പൊ ഇവനത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയി. അങ്ങനെ നമ്മൾ ലണ്ടനിലൊക്കെ പോയിട്ടും എപ്പോഴും എനിക്ക് ഇവ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴൊക്കെ പ്രശ്നമായിരുന്നു. പണ്ട് ഞാൻ ഇവനോട് പറയായിരുന്നു തന്റെ സ്മെല്ല് നല്ലതാ എന്നൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത്. കല്യാണത്തിന് മുമ്പ് നമ്മൾ ഒരാൾക്ക് അല്ല, അപ്പൊ അത് ഭയങ്കര ഒരു ഇതായി. അങ്ങനെ ഞാൻ ഇവനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ള പോലെ ഇവൻ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് എന്റെ സിക്നെസ് ആണ്, ഞാൻ വേണമെന്ന് വെച്ചല്ല. അങ്ങനെ എന്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡിലോട്ടൊക്കെ കയറിയപ്പോൾ ഞാൻ എന്റെ ഒരു ഹണിമൂൺ പീരീഡ് ഓഫ് പ്രഗ്നൻസിയിലായിരുന്നു. കുറച്ച് ഹാപ്പി ആയിരുന്നു. പതുക്കെ ഷർട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇച്ചിരി ജീവൻ വന്നു. അപ്പോഴാണ് ഇവൻ എന്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഓ ഓക്കെ, അവള് പ്രഗ്നന്റ് ആണ്, ഓക്കെ. അങ്ങനെ എന്നെ ഡീൽ ചെയ്യാനൊക്കെ പഠിച്ചു. ഓക്കെ, പക്ഷെ പതുക്കെ എനിക്ക് ഇവന്റെ സ്മെല്ലും എല്ലാം ബാക്ക് ടു നോർമലായി. തേർഡ് ട്രൈമസ്റ്ററിൽ ഐ വാസ് വെരി ഹാപ്പി. ജസ്റ്റ് വയറ് മാത്രമുണ്ട്, പിന്നെ അലറ ചില്ലറ കോൺട്രവേഴ്സികളിൽ ചെന്ന് പെട്ടു എന്നുള്ളതല്ലാതെ ഐ വാസ് വെരി ഹാപ്പി. അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ 9 മാസം ഒരുപാട് മൂഡ് സ്വിങ്സ് വരും. അതെനിക്ക് ഹസ്ബൻഡാണ് കാണേണ്ടത്. അതെല്ലാം കണ്ടുപിടിക്കാതെ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് I used to cry almost every day. അതെ അത് ശരി, അങ്ങനെ ആയിരുന്നു. എനിക്ക് പണ്ടത്തെ ലൈഫ് തിരിച്ചു വേണം എന്നൊക്കെ ഞാൻ കരയുമായിരുന്നു. എനിക്ക് പുറത്ത് പോകണം, എനിക്ക് രാത്രി 11 മണി വരെ വെളിയിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു. ബിക്കോസ് പെട്ടെന്ന് ഒരു ലോക്ക്ഡൌൺ ഫീലിംഗ് ആയിപ്പോയി. എനിക്ക് പ്രഗ്നന്റ് ആണ്, പുറത്ത് പോലെന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ അങ്ങ് അടച്ച്. അതിന് എനിക്ക് സിക്ക് ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ എവിടെ പോയാലും സ്മെല്ലടിച്ച് ഛർദ്ദിക്കും. അപ്പൊ ഐ ഡിഡ്ന്റ് വാണ്ട് ടു വോമിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഫുൾ ടൈം. അപ്പൊ എനിക്കിങ്ങനെ ഞാൻ ഇവരോട് പറയുമായിരുന്നു എനിക്ക് എന്റെ പഴയ ലൈഫ് വേണം, കരഞ്ഞിരിക്കുന്നത്. ഇഷാനിയൊക്കെ സാധാരണ എന്നെ എപ്പോഴും ഞാൻ കരയുമ്പോൾ കളിയാക്കുന്ന ആളാണ്. പക്ഷെ ഇഷാനി ഒരു ദിവസം ഞാൻ കരയുന്ന കണ്ട് റൂമിൽ കയറി വന്നിട്ട് സാരമില്ല,
കുറച്ച് കഴിയുമ്പോ ഇറങ്ങാലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് കയറിയപ്പോഴാണ് നമ്മൾ പിന്നെ മോൾഡീവ്സിലൊക്കെ പോയി. അത് ഭയങ്കര പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റിയപ്പോ pregnancy എനിക്കൊരു തടസ്സമല്ലായിരുന്നു. ഞാൻ ഹാപ്പി ആയിട്ട് ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര ചില്ലായിരുന്നു. കാരണം അമ്മയാകാന്ന് പറയുന്നത് എനിക്ക് തീരെ സംബന്ധിച്ചത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. I always wanted a baby. ഇപ്പൊ ഈ അമ്മയാവുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻ ശരിക്കും ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടേ ഇല്ല. അമ്മയാവണമെന്ന് പറഞ്ഞു, റെഡിയാക്കി തന്നു, അത്രേ എനിക്കറിയാവൂ. സോ സിമ്പിൾ. സിമ്പിൾ ആയിരുന്നു, അത്ര സിമ്പിൾ ആയിരുന്നു ശരിക്കും. അങ്ങനെയല്ല, നമ്മള് ഒരാളുടെ ആഗ്രഹങ്ങളല്ലേ നമ്മൾ സാധിച്ചു. എനിക്ക് ഞാൻ ഇവനെ മീറ്റ് ചെയ്ത സമയത്ത് ഇവൻ അറിയാം. ഞാൻ ഇവനെ മീറ്റ് ചെയ്യുമ്പോഴല്ല, ഐ തിങ്ക് ഞാൻ എന്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ അറിയാന്നുള്ള കാര്യം. ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ തൊട്ട് ഞാൻ ഈശാനിയുടെ നാനിയായിരുന്നു. എനിക്ക് ബേബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആരുടെ ബേബിയെ കിട്ടിയാലും ഞാൻ അവരെ പിന്നാലെ ഓടും. അപ്പൊ ഇപ്പൊ എന്റെ അമ്മയുടെ സിസ്റ്റർ ചിന്നമ്മ, പുള്ളിക്കാരിയുടെ മക്കളെയും ഞാൻ ബേബി സിറ്റ് ചെയ്ത് എനിക്ക് അങ്കിള് കുറെ ക്യാഷ് തന്ന് ഒരു 14,000-15,000 റുപ്പീസ് എന്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു, പോക്കറ്റ് മണി പോലെ. ഞാൻ നാനി പണി ചെയ്ത് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടം. ബേബീസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹരമാണ്. അത് ഇവൻ അറിയായിരുന്നു. അപ്പൊ ഞാൻ ഇവനോട് എപ്പോഴും ഇങ്ങനെ വെഡിങ്ങിന് മുന്നേ ഞാൻ പറയുമായിരുന്നു, വെഡിങ് കഴിഞ്ഞാൽ എനിക്ക് ഉടനെ ബേബി വേണം, എനിക്ക് യങ് ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഡെലിവറി ചെയ്തൊരു യങ് സന്തൂർ മമ്മിയായിട്ട് എനിക്ക് ഇരിക്കണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ഇവനത് അറിയായിരുന്നു. ഇവനും അതൊക്കെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ബേബി റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് സെറ്റപ്പ് ആക്കി തന്നു. അതായത് നമ്മള് കല്യാണം കഴിക്കണ മുമ്പ് നമ്മൾ കുറെ ഈ മറ്റേ ഈ ട്രിപ്പുകളായാലും കാര്യങ്ങളായാലും നമ്മൾ ആക്ച്വലി പോയായിരുന്നു. അപ്പൊ എനിക്കെന്ന് പറയുമ്പോഴേക്ക് ഓസിക്ക് ബേബി എന്തായാലും വേണം എന്ന് ഉള്ള ഒരു തീരുമാനം. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ കുറച്ചൊക്കെ ഞാൻ ചിന്തിച്ച് നോക്കി, ഓക്കെ ബേബി പെട്ടെന്ന് വരുമ്പോഴേക്ക് എനിക്ക് ഓസി ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സമയം അത് മാത്രം അത് കുറച്ചൊന്ന് എനിക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എൻ്റെ മനസ്സിൽ അകത്തൊരു പേടി. അതായത് നമ്മൾ എപ്പോഴായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതായാലും സ്കൂട്ടറിലൊക്കെ ചാടി കയറി സിനിമയ്ക്ക് പോകും, ആ ടൈപ്പ് ചിന്തിക്കണം കൊച്ചിന്റെ കാര്യം. ഇപ്പൊ ചിന്തിക്കണം. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ബേബി വന്നതിന് ശേഷമുള്ള ഒരു മാറ്റമില്ലേ, സന്തോഷം എല്ലാം എന്താ പറയാ. നമുക്കിപ്പൊ യൂഷ്വലി ഇങ്ങനെ നോക്കുവാണെങ്കിൽ നല്ല സന്തോഷം തന്നെയാണ്. പക്ഷെ എന്താ ആ സന്തോഷത്തില് ചെറിയ ഒരു എന്താ പറയാ റെസ്ട്രിക്ഷൻ ബേബി. അതിനാണ് ചെറിയ മീൻസ് ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. അതായത് പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവ ഇല്ലാതെ എനിക്ക് അഫ്കോഴ്സ് എവിടെയും പോകാൻ പറ്റില്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ അല്ലാതെ തന്നെ എനിക്ക് ഇവനെ വിട്ടൊരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല. ലൈക്ക് എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയുടെ ഫോട്ടോ എടുക്കുമ്പോഴോ ഇവൻ ആരെങ്കിലും നോക്കി തരണം. അതാണ് ഞാൻ പറയാൻ വന്നത്. ആരെങ്കിലും കൊടുക്കും. അതാണ് ഞാൻ പറയാം, ചെറിയ വിഷമത്തിന്റെ കാര്യം ഇപ്പൊ എന്റെ വീടാ, എന്റെ വീട് അല്ല ഓസി സത്യം പറഞ്ഞാൽ ഞാനായിരുന്നു അങ്ങനെ. അശ്വിൻ അങ്ങനെ ഇപ്പൊ വിളിക്കുന്നു. ഇപ്പൊ എന്നെ കണ്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഞാൻ പറയും അവിടെ എങ്ങനെ പോയി ഇരിക്കും, ഞാൻ കൊച്ചിനോട് ഇനിയിപ്പോ ചെറിയ വിഷമം. ഒരു കോമഡി രീതി പറയുമ്പോ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തപ്പോ എന്താ പറയാ നമുക്ക് ഓക്കെ കുറച്ച് എവിടെയോ നമ്മളെ പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റും, പുള്ളിക്കാരൻ ഇങ്ങനെ ആയി പോയി. പുള്ളിക്കാരൻ ഇപ്പൊ സ്വന്തമായിട്ട് ചിന്തിച്ചു തുടങ്ങാനുള്ള സമയമായില്ല. അപ്പം ഓസിക്ക് എന്താണ് പെട്ടെന്ന് ഓമി വന്ന് വലുതാവാൻ പാടില്ല എന്നാണ്. എനിക്ക് അവങ്ങനെ ആയിട്ട് തന്നെ ഇരിക്കണം. എനിക്ക് അവനെ വളരുന്ന കണ്ടോണ്ടേ ഇരിക്കണം. എനിക്ക് ആ ഒരു ഇതാ, എനിക്കൊരു 5-10 മിനിറ്റ് ആരെങ്കിലും ഇവനെ ഒന്ന് നോക്കണം. അത് കഴിഞ്ഞാൽ തിരിച്ച് എന്റെ കൊണ്ട് തരണം. എനിക്ക് ആ വെപ്രാളമാണ്, ലൈക്ക് ഒരു ഒബ്സഷൻ പോലെയാണ് എനിക്ക്. അത് ഐ തിങ്ക് ഫോർ ഓൾ മദേഴ്സ് ഇസ് ലൈക്ക് ദാറ്റ് ഓൺലി. എനിക്കൊരു പ്രത്യേകതരം ഒബ്സഷൻ. എനിക്ക് ഇവന്റെ അടുത്തും അങ്ങനെ തന്നെയാണ്. ഇവനും പെട്ടെന്ന് അല്ല ഇവൻ പെട്ടെന്ന് ഇറങ്ങി ഇവന്റെ വീട്ടിൽ വല്ലതും പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10 പ്രാവശ്യം വിളിക്കും, എപ്പോൾ തിരിച്ചു വരും എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവൻ പറയും ഞാൻ ഇവിടെ വന്നേലേ ഉള്ളൂ, ഞാൻ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യട്ടെ, ഞാൻ നാളെ വരാം. അങ്ങനെ ഞാൻ അല്ല സംഭവം ഉണ്ടല്ലോ, ഉള്ളപ്പോ ഒരു പ്രയോജനം ഇല്ലാന്ന് നമ്മള് പറഞ്ഞോണ്ടിരിക്കും. മാറിക്കഴിഞ്ഞാലാണ് ഇമ്പോർട്ടൻസ്.